പിടിച്ചോ. അച്ഛനോട് നിന്നേ. എന്ത് അച്ഛൻ ആരോടെ ഈ വാശി കാണിക്കണേ? ഞാൻ അടുത്ത വാശി അടിക്കേ ലച്ചു, ഞാനൊരു കാര്യം പറയാം. എനിക്ക് നിന്റെ അടുത്ത് കൊമ്പ് പറക്കാനുള്ള സമയമില്ല, ആരോഗ്യമില്ല. അച്ഛന് ആരോഗ്യമുണ്ട്, നല്ല സമയമുണ്ട്, അച്ഛന് കൊമ്പ് പറക്കാൻ ആവതുമുണ്ട്. അതിനുള്ള തെളിവാണല്ലോ ചേട്ടായി. അനങ്ങാൻ പോലും പറ്റാത്ത ഈ സമയത്ത് ജംഗ്ഷനായ ജംഗ്ഷൻ മൊത്തം ഇങ്ങനെ നിരങ്ങി നടക്കണത്. ജംഗ്ഷൻ മൊത്തം ചുറ്റിത്തിരിയണമെന്നാ. ഞാൻ നിന്റെ വായിക്കണത് കേൾക്കാൻ പേടിച്ചിട്ട് ഞാൻ പാറപ്പടയുടെ അറ്റത്ത് പോയിരിക്കായിരുന്നു. അവിടെ ഇരുന്നാൽ മതിയായിരുന്നു, ഇവിടെ വന്ന ശല്യം. എവിടെ 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 വെച്ചാ? പാറപ്പടയുടെ അറ്റത്ത് പോയിരിക്കായിരുന്നേ. കള്ളം പറയല്ലേ അച്ഛാ, ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഓട്ടോയില്ല? ഓ ഓട്ടോയില്, അത് എനിക്ക് പരിചയമുള്ള ഓട്ടോയായിരുന്നു. ഞാൻ പോയി അവൻ്റെ അകത്ത് കയറിയിരുന്ന് അവനൊരു കുറേ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവൻ അങ്ങ് പോയി. ഞാൻ എനിക്ക് പാറോടെ പോവുകയും ചെയ്തു. അച്ഛൻ ആ ഓട്ടോ കയറി വിട്ടടിച്ച് പോണ പാറു കണ്ടല്ല? രണ്ട് കണ്ടോണ്ട് കണ്ട അത് അവൻ വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോയി. അതുപോലെ നടന്നല്ലോ, ഓട്ടോയിലല്ലേ പോയത്. ആ ഓട്ടോയിൽ ആരുണ്ടായിരുന്നെന്ന് ചിന്തിക്കാനുള്ള ബോധമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് അച്ഛാ. എന്നാ ചിന്തിക്ക്, ഊഹിച്ച് പറ. ആര്? വേറെ ആര്? ബാസ്യങ്ങൾ തന്നെ. ബാസിയ അവിടെ ഉണ്ടാ? എന്താ പോ, അവൻ ഉണ്ടെന്നിറങ്ങി അവൻ്റെ കണ്ണോട്ടത്ത് പെടാതെ ഞാൻ ഓടി കിടക്കണേ. പോ പറ. അമ്പോ വലിയ കള്ളം. കള്ള ഒരു കാര്യം ചെയ്യും, അവനെ വിളിച്ച് ചോദിച്ചു. ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് അവനെ വിളിച്ച് ചോദിച്ചു. അപ്പം അറിയാം. അതൊക്കെ ഞാൻ ബാസ്യങ്ങൾ വിളിച്ച് ഓൾറെഡി ചോദിച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞ്. ബാസ്യങ്ങൾ പറഞ്ഞല്ലോ, ബാസ്യങ്ങൾ ജംഗ്ഷനിലാണ് അച്ഛൻ തിരിച്ച് ഓട്ടോയിൽ കയറി വന്നെന്ന്. ഫസ്റ്റ് കിടന്ന് ഉരുണ്ട കളിച്ച് ഞാൻ പേടിപ്പിച്ചപ്പോൾ കാര്യം പറഞ്ഞു. ഞാൻ പോയി, എനിക്ക് വിശന്നപ്പം ഞാൻ പോയി. ഇവിടെ നിൻ്റെയൊക്കെ ശകാരൊക്കെ കൊണ്ട് തിന്നാനേ എന്നെ കൊണ്ട് വയ്യ. അവിടെ ചെന്നപ്പോഴേ ആ പാസ് 2 ഏത്തമ്പഴം ഒരു ഗ്ലാസ് പാലും വാങ്ങിച്ചു തന്നു. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ചോറ് എടുത്ത് തട്ടവും ചോദിച്ചു. അവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ച് തട്ടാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അതാണ് പാസ്. അന്ന് പിന്നെ പൊറോട്ടയും ബീഫും കൂടെ മേടിക്കാൻ പാടില്ല. ഇപ്പൊ പത്തിയല്ലേ, കഴിക്കാൻ പറ്റിയ സമയമാണല്ലോ അച്ഛാ. എന്നോടെ ഞാൻ എന്തൊരു കൊച്ചുകുട്ടിയാ, ഞങ്ങൾ അച്ഛനാണ്, ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടാ. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ രീതിക്കൊക്കെ നിൽക്കണം. ലച്ചുവേ, നിങ്ങള് പാടുമായിട്ടാണ് അച്ഛനെ നോക്കുന്നത്. അത് തന്നെ, കുഞ്ഞു പിള്ളേരെ നോക്കണ പോലെയല്ല അച്ഛനെ ഞങ്ങൾ നോക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ അഹങ്കാരം കാണിക്കാവോ? ഒരു പൊടിക്ക് അഹങ്കാരം കുറയ്ക്കണം നല്ല അച്ഛൻ, അല്ലെങ്കിൽ അച്ഛന് ഭാവിയിൽ ദോഷം ചെയ്യും. ദോഷം ആയിക്കോട്ടെ. എടാ നീയൊക്കെ ഓരോ അവിടുത്തെ പറഞ്ഞു കൊടുത്തേ. ആ നീലു, കള്ള നീലു ഉണ്ടല്ലേ, എന്നെ ഇപ്പൊ വിളിക്കണവരുമില്ല. അതമ്മ പറഞ്ഞായിരുന്നു. അമ്മ എന്താ പറഞ്ഞതെന്ന് അറിയോ? അച്ഛൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അച്ഛൻ തോന്നിയ പോലെ നടക്കട്ടെ, അമ്മ ഇനി മൈൻഡ് ചെയ്യില്ലെന്ന്. എടാ ഇത് കൊള്ളാം. ചികിത്സയ്ക്ക് റെസ്റ്റിൻ്റെ ഇടയിൽ കുറച്ച് ഒന്ന് പുറത്തോട്ട് പോയിട്ട് ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കണം തരണ്ടി. ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കണം തരണ്ട. ഇത്രയും വയ്യാത്ത അച്ഛൻ കിടന്ന് ബഹളം ഉണ്ടാക്കണല്ലോ. അപ്പൊ ഇത്ര എനർജി ഉള്ള ഞങ്ങൾക്ക് അതിനപ്പുറത്ത് ബഹളം ഉണ്ടാക്കാം. എടാ കുറച്ച് വയസ്സാന്ന് കരുതിയേ ബാലുവിനെ പരിഗണിക്കല്ലേ. നിന്റെ ഒന്ന് പിടി നിൽക്കണം നല്ല ബാലു. പിന്നെ നിന്റെ കാട്ടുത്തുമ്പും കേട്ടിട്ട് കട്ടിലടയിൽ ചുരുടക്കാൻ ബാലിനെ കിട്ടൂല. ഓച്ചേ നീ പറയുമ്പോൾ ഞാൻ പോവാ. ഞാൻ തോന്നുമ്പോൾ വരും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നീ ഇവിടെ വന്നിരിക്കുകയാണോ? നീ എന്തോണ്ടിരിക്കുന്നത്? ആരോഗ്യരിക്കുവോ? അച്ഛൻ പോയ പോക്കേ. അച്ഛൻ എവിടെയെങ്കിലും പോട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ വരുമല്ലോ, കിട്ടിക്കോളും. ഇവിടെ ഒരാൾ അച്ഛനെ നോക്കിയിരിക്കുക. അച്ഛന് വേറെ പണിയൊന്നുമില്ലല്ലോ, വയ്യാണ്ടപ്പോ പഠിച്ചോളൂ. അമ്മ വരുമ്പോ ഞാൻ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ലച്ചുവേ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ല. നമുക്ക് ടീമാര് ജംഗ്ഷനിലോട്ട് പോവാ. ജംഗ്ഷനിൽ പോയിട്ട് ഇടി അച്ഛനെ തൂക്കിയെടുത്തോണ്ട് പറഞ്ഞു. അതന്നെ അല്ലേട്ടാ, അച്ഛൻ അവിടെ ജംഗ്ഷനിൽ ഉണ്ടാവുമോ? പിന്നെ ജംഗ്ഷനിൽ അല്ലാണ്ട് വേറെ എവിടെ ഉണ്ടാവാൻ? ആ ചായക്കട ഉണ്ടാവുന്നു. അവിടെ ബാക്കി ഞങ്ങളും ടീമിന്റെ ഒപ്പം ഉണ്ടാവും. അന്നാ പിന്നെ സമയം കളഞ്ഞിട്ട് ബാ പോവാ. അത് തന്നെ വാ. എന്താടി ജംഗ്ഷനിൽ വെച്ച് അച്ഛനെങ്ങാനും പ്രശ്നം ഉണ്ടാക്കിയാലോ? എടി അച്ഛൻ്റെ 2 കിട്ടിയതിന് തൂക്കിയെടുത്തോണ്ട് പറഞ്ഞു. അത് തന്നെ വാങ്ങ്. ചേട്ടാ അച്ഛാ ഇങ്ങോട്ട് ഇറങ്ങി. അച്ഛാ ഇങ്ങോട്ട് മര്യാദക്ക് ഇറങ്ങിച്ചാ. ആളിറങ്ങാതെ ഓട്ടോ എടുക്കരുത് കേട്ടാ. അച്ഛൻ ഇറങ്ങിക്കാ. ഇറങ്ങൂല. അച്ഛാ ഇറങ്ങച്ചാ. ഇറങ്ങൂല. കൊണ്ട് വിളിച്ചേ. നടക്ക്. കൊള്ളാടാ നീയൊക്കെ. എന്താ എന്ത് നാണക്കടലടാ. ആ ജംഗ്ഷനിൽ വെച്ച ചായക്കട മുമ്പ് വെച്ച് എന്നെ പിടിച്ച് കോട്ടയെ പിടിച്ച് കയറ്റി നാട്ടുകാരെ മൊത്തം കണ്ടില്ലടാ. ആ നാട്ടുകാർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ നടക്ക്.
ബാസിയ നിങ്ങളെ കണ്ട ഓടിയില്ലേ ആ. ചായക്കടയുടെ പിറകു വഴി അപ്പുറത്തെ ഓടെ കിടക്കാണ്. അവിടെ കിടക്കട്ടെ, അവിടെ തന്നെ കിടക്കട്ടെ. നന്നായി. അവിടെ കിടക്കട്ടാ. ആ. അവിടെ കിടന്ന് ചാവും. നീ ദിവസം കേസ് പറയേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. നീ പക്ഷെ നവാസിനെ ചീത്ത വിളിച്ച് ഇത്തിരി കൂടിപ്പോയി. എന്തേ? ആ. എന്തിനാണ് ഞാൻ ചെയ്തത്? അച്ഛന് വയ്യാന്ന് അവർക്ക് അറിയില്ലേ? കണ്ടോടനെ തിരിച്ചു പറഞ്ഞു വിടണ്ടേ? എന്നിട്ട് തൊള്ളിക്കൊണ്ടിരുന്നില്ലേ? 2 തെറി കിട്ടണം, കുഴപ്പമില്ല. അങ്ങനെ 2 തെറി കിട്ടണം, വേണമെങ്കിൽ 2 ഇടിയും കൊടുക്കും ഞാൻ. നടക്കച്ചാ. നീ ആ ചായക്കടക്കാരനാ ചീത്ത വിളിച്ചതിന്? അത് ചീത്തയല്ലേ വിളിക്കേണ്ടത്. അവൻ അവിടെ എന്താ ചെയ്യണേ? ചായക്കട നടത്തുവാണോ അത് പഞ്ചായത്ത് ഓഫീസാ? നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തിട്ട് അവരുടെ കഥയൊക്കെ കേട്ടോണ്ടിരിക്കുക. എന്തുകൂ ആരത്? അച്ഛൻ നടക്കും. അച്ഛത്തോട് അച്ഛൻ കയറി വാ. ബലം പിടിച്ച അച്ഛന് തന്നെയാണ് പ്രശ്നം. ഉളുക്ക് വീഴും. നടക്ക്. അച്ഛാ, ഞാൻ വീട്ടിൽ മാത്രമാണ് ഇങ്ങനെ കേട്ടോ. ഞാൻ അച്ഛൻ്റെ മോനാണ്. കലിപ്പാണ്. എന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു വരുത്തില്ല. ചായക്കട ഞാൻ ചവിട്ട് വിളിക്കും. നോക്കിയോ? നീ എന്നെ പോലെ ആവാൻ നോക്കണടാ. ആരും കൊന്നാ ഞാൻ എന്നാലും വേണ്ടിയില്ല. ആ ചായക്കടയിൽ വേണ്ട, കത്തിച്ചാടാൻ പോവാ. നീ എന്തിനാ കയറുന്നത്? ഞാൻ ഇനിയും വരും. ഞങ്ങൾക്ക് അച്ഛന് ആവശ്യമുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നഷ്ടം മൊത്തം ഞങ്ങൾക്കാണ്. നടന്നേ. അയ്യോ എന്തൊരു കഷ്ടമാണ്. ഒരു കഷ്ടമില്ല. അതിനങ്ങോട്ട് നടക്ക്. പോകോട്ട് നടക്കങ്ങോട്ട്. എന്റെ റൂമിൽ കൊണ്ടിട്ടാ. ആ റൂമില്ല, ഈ റൂം. ഇങ്ങോട്ട് അച്ഛാ, ഈ റൂമിൽ കയറി ഒരു കാര്യം പറയട്ടെ. കേറച്ചാ. തള്ളിക്കേറ്റങ്ങോട്ട്. വാറുവേ ഒരു വാറുമില്ല, അങ്ങോട്ട് അയ്യോ 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 അടങ്ങി ഒതുങ്ങി കിടന്നോളാം. അവിടെ കിടക്കച്ചാ. അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളാം കേട്ടാ. ഇല്ല. അയ്യോ എന്റെ രാമാവ, നിങ്ങൾ പറഞ്ഞോലെ എന്നെ എനിക്ക് വെള്ളം ആഹാരം തരാതെ എന്നെ പട്ടിണിക്കിട്ട് കൊല്ലണേ. എന്നെ മുറിയിലിട്ട് പൂട്ടോ.